ഈ സൺഡേ ഒരു ടൂറ് പ്ലാൻ ചെയ്തേക്കായിരുന്നു കേട്ടോ. പക്ഷെ അത് അന്തസ്സായിട്ട് പൊട്ടി. ആ ഒരു വിഷമത്തിൽ കുറച്ച് സമയമൊക്കെ ഉറങ്ങി തീർത്തു. പിന്നെ വൈകിട്ടായപ്പോഴത്തേനും പുറത്തോട്ടൊന്നും ഇറങ്ങാന്ന് കരുതി ഞങ്ങള് സ്കൂട്ടർ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മുടെ കൊല്ലം ബീച്ചിന് കുറച്ച് ഭാഗത്തോട്ടായിട്ട് നമ്മുടെ ജലകേളി കേന്ദ്രം എന്ന് പറഞ്ഞൊരു പാർക്ക്, ചെറിയൊരു പാർക്ക്. പക്ഷേങ്കിൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല അടിപൊളി സൗകര്യമുണ്ട് കേട്ടോ. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കളിക്കാൻ. പിന്നെ ഇതിന്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം വെറും 10 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ്. പക്ഷെ അത്യാവശ്യം നല്ലപോലെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ റൈഡും ഇവിടെ ഉണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾ ഇങ്ങോട്ടാട്ടോ വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, പക്ഷെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് സ്ലൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മോൻ ഈ സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുതരം പ്രാന്താണ്. അവൻ എല്ലാത്തിലും പോയി ചാടി കയറി ഇങ്ങനെ നിരങ്ങിക്കൊണ്ടിരിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് ഉള്ള റൈഡും പിന്നെ അല്ലാത്ത കൊച്ചുങ്ങൾക്ക് അല്ലാതെ കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ റൈഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവന് ഡ്രാഗണിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ വെറുതെ നിൽക്കല്ലേന്ന് കരുതി ഞാനും അവൻ്റെ കൂടെ കയറി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറെ നാളായി ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ പോയിട്ട്. പിന്നെ കുറച്ച് നേരം അതിലിങ്ങനെ ഇരുന്ന് കുലുങ്ങി കുലുങ്ങി പോയിട്ട് പിന്നെ ഞങ്ങൾ ട്രെയിനിലൊക്കെ പോയിട്ടോ. അതുകൊണ്ട് ഇതുപോലെ കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട്, കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡ്സുകളാണ് കേട്ടോ. പിന്നെ ട്രെയിനിലും അവനും ഞാൻ ഒരുമിച്ചായിരുന്നു പോയത്. പിന്നെ ഈ സൺഡേ എന്താണെന്ന് അറിയില്ലടോ, മഴയായതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ചില സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. പിന്നെ എല്ലാ റൈഡ്സിനും 10, 20 അങ്ങനത്തെയൊക്കെയുള്ള ചാർജസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാ റൈഡ്സും കയറാൻ പറ്റും കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മുടെ ജമ്പിലും ഒക്കെ അവൻ വലിഞ്ഞു പിടിച്ച് കയറി കുറെ നേരം തുള്ളിക്കളിച്ചുകൊണ്ടിരുന്ന അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്ലൈഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് സ്ലൈഡ് കണ്ടാലും അവൻ കയറും കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരുപാട് കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കുട്ടികൾക്ക് ഇവിടെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. അവനിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഭ്രാന്താണ് കേട്ടോ. ഇങ്ങനെ ഓടിച്ചാടി നടന്ന് ഏതിലൊക്കെ കയറണമെന്ന് അറിയാൻ പറ്റാതിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഇത് അടച്ചു പൂട്ടുന്നവരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് തന്നെയല്ലേ ബീച്ച്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും പിന്നെ കളിപ്പാട്ടം 1, 2, 3 കടയിൽ കയറിയിട്ട് എൻ്റെ മോനൊരു കളിപ്പാട്ടം എടുക്കാറുള്ളൂ. പിന്നെ സ്പൈഡർമാനൊക്കെ എടുത്ത് എല്ലാവരെയും ഒന്നിങ്ങനെ സ്പൈഡർമാന്റെ ഇത് മാസ്ക് വെച്ച് ഇങ്ങനെ ഒന്ന് പേടിപ്പിച്ചോണ്ടൊക്കെ നടന്ന്, പേടിപ്പിക്കല്ല ഞെട്ടിച്ചോണ്ടൊക്കെ നടന്നിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം കടലൊക്കെ വായി നോക്കിട്ടോ. നമ്മുടെ കടലൊക്കെ ഇങ്ങനെ കയറി കിടക്കും, അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ജോസഫേട്ടന്റെ തട്ടുകടയിൽ കയറി ഭക്ഷണം അടിച്ച് പിന്നെ കുറച്ച് മീൻ മേടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട്. ഇപ്പൊ ഏകദേശം ഒരു 10:15 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതാണ്ട് അവനൊരു മിഠായി വേണമെന്ന് പറഞ്ഞതാണ് ഈ മിഠായി മേടിച്ച്. അപ്പൊ ബൈ ബൈ.